ഹാപ്പി ബർത്ത്ഡേ ആരാധന ഹാപ്പി ബർത്ത്ഡേ എനിക്ക് വരാൻ വേണ്ട അടിപൊളിയാവട്ടെ, കളറാവട്ടെ, ഒരുപാട് സന്തോഷം ഉണ്ടാവട്ടെ, നല്ല സംഭവങ്ങൾ ഉണ്ടാവട്ടെ, പരിവർത്തനം കഷ്ടപ്പെട്ട് വണ്ടിക്കാശ് കൊടുത്ത് വന്നതാണെന്ന് പറയാം. ഇല്ലാത്ത കാശ് ഉണ്ടാക്കി അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയണ്ട. അഭിനയിക്കുന്ന വലിയൊരു അടുത്ത സൂപ്പർസ്റ്റാറാണ്. മാമാങ്കത്തിലൊക്കെ ഉണ്ട്. പൈനാപ്പിളിന് ചെറിയ സ്പെഷ്യലുണ്ട് പറയുന്നത്. രാത്രി പറഞ്ഞാൽ എല്ലാവർക്കും സന്തോഷമില്ലാത്ത രണ്ടു വാക്ക് പറയാം. അണ്ണനെ പറ്റി പറയാം. രണ്ടു വാക്ക് പൊക്കി അല്ല ഒരു ഡാൻസ് കളിക്കോ ഗിഫ്റ്റ് കേട്ടോ, അത് മനസ്സിലാവും, സ്നേഹം മനസ്സിലാക്കണം. ഞങ്ങൾ പുറത്ത് കാണിക്കണില്ല. അല്ല പുറത്ത് കാണിക്കാൻ പറ്റാത്ത ഗിഫ്റ്റ് രാത്രി 12 മണിക്കാണ്. 12 ഇങ്ങനെ വെച്ച് എല്ലാ വർഷവും വിളിച്ചോ കറക്റ്റ് 12 മണിക്കാണ്. നിങ്ങൾ പിന്നെ ആ താഴത്തും മേളിൽ താമസിക്കുന്നില്ല, അങ്ങനത്തെ ദൂരത്തും വരല്ലേ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ബിഗ് ബോസ് കയറട്ടെ, തകർക്കട്ടെ. എല്ലാം എല്ലാം നല്ലതായി നടക്കട്ടെ, നല്ലതിനു വേണ്ടി എല്ലാം നല്ലതുപോലെ നടക്കട്ടെ. ഞാൻ മെയിൻ റോൾ ചെയ്ത ആളാണ്. അയ്യോ അങ്ങനൊന്നും ഇല്ല, ഒരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട് ജയസ്കേല്. പടം നന്നായി. സന്ധ്യകൾ അബ്രാമിന്റെ സന്ധ്യയിലാണ് തുടങ്ങുന്നത്, വില്ലനായിരുന്നു. മാമാങ്കം, ട്രാൻസ്, പാവഞ്ചി, കഥയിലേക്ക് എതിര്, അങ്ങനെ ഇപ്പൊ തമിഴില് ചെറിയൊരു വാരണം എന്ന് പറഞ്ഞൊരു പടം. ഒരു എഞ്ചിനീയർ ആണ്, ജോലിയിൽ കളഞ്ഞ 6-7 വർഷം സിനിമയ്ക്ക് വേണ്ടി മാറ്റി വെച്ചതാണ്. ആക്ടിങ് മാത്രമല്ല സിനിമയുടെ എല്ലാ കാര്യം ചെയ്യും. കുറച്ച് പടങ്ങളൊക്കെ ഉണ്ട്. ജയസ്കേൽ ഒരു തെറ്റില്ലാത്ത ഒരു പടം ചെയ്തിട്ടുണ്ട്. പടം നന്നായി വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാരും തിയേറ്ററിൽ പോയി കാണും. അടുത്ത പൃഥ്വിരാജ് ടോവിനോ ആ സ്റ്റൈലാണ്. എന്റെ അമ്മ അൽജോസിന്റെ പഴയ അൽജോസ് എല്ലാവരും കാണണം. ഡാൻസും പാട്ടും ഇവിടെ എന്തോ ജന്മദിനമല്ലേ പിറന്നാളല്ലേ സന്തോഷവർക്കി നാളല്ലേ സ്റ്റാറായി സ്റ്റാറായി മൊത്തത്തിൽ ഇപ്പോ കേരളത്തിൽ വിമാന നായകനല്ലേ എല്ലാവിധ ആശംസയും നേരുകയല്ലേ. ഒരു കാര്യം, ഞാൻ ഒരു റിയാക്ഷൻ സ്റ്റോറിയുടെ ആങ്കർ ആവാണ്. പ്രോഗ്രാമിന്റെ പേര് ടോക്ക് വിത്ത് ആറാട്ടാണ്. അത് സ്പോൺസർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാക്സിക് മീഡിയ ആണ്. സ്പോൺസർ ചെയ്യുന്ന ആരോമൽ കുഞ്ഞുമോൻ പറയുന്ന ഒരു പ്രോഡജി ബിസിനസ്മാൻ ആണ്. ഉടനെ പേരും ടോക്ക് വിത്ത് ആറാട്ടാണ്. ഓൾ ദി വെരി ബെസ്റ്റ്. ആങ്കർ ആഴ്ചയിൽ ഒരിക്കൽ ഒരു ഷോ ഉണ്ടാവും ഓൺലൈനിൽ. അങ്ങനെ ചെറിയൊരു വിശേഷമുണ്ട്. നമ്മളിപ്പോ തിയേറ്ററിൽ ഡാൻസ് ഒക്കെ നിർത്തിയല്ലോ. ഇനിയിപ്പോ ഒരുപാട് ആൽബംസ് ചെയ്യുന്നു. അതിന്റെ പുറകെ ഇനിയിപ്പോ ചേട്ടൻ ചെയ്യണ ആങ്കറിംഗ് മാറ്റി വേറെ രീതിയിൽ ചെയ്യുന്നുണ്ട്. സിനിമ ആങ്കറിംഗ് ഉണ്ട്. സിനിമ റിലീസാകുന്നുണ്ട്. റിലീസാകുന്നുണ്ട്. പിന്നെ മീനോസ് പിക്ചറിന്റെ അടുത്ത ഷെഡ്യൂൾ വേറൊരു കാര്യമുണ്ട്, തയ്യൽ വിഷയിൽ 2 സെക്കൻഡ് അല്ല അത്യാവശ്യം അതിനുള്ള
അല്ല നമ്മളെ പേരുണ്ട് ഇനി ആ പടം ഇറങ്ങട്ടെ. ഗ്യാങ്സ്റ്റർ ആയിട്ട് ഇറങ്ങുന്നുണ്ട് പേര് ആറാട്ടെണ്ണം ഗ്യാങ്സ്റ്റർ ആയിട്ട് ഈ ലിയോ ഒക്കെ പോലെ വിക്രം പോലെ ലാസ്റ്റ് റോളക്സ് പോലെ ഒരു സെറ്റ് അപ്പൊ ഓക്കെ എന്നാ